ഹലോ. നമ്മളെ അന്ന് നട്ട തക്കാളി വലുതായി വരുന്നുണ്ട് കേട്ടോ. ഇനി അതിനൊരു സപ്പോർട്ട് വേണം. അപ്പോൾ അതേ കുറച്ച് കോലുകളൊക്കെ പറക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുത്തി കൊടുക്കണം. പെട്ടെന്നായിരിക്കും ചെടികൾ വളരണത്. അപ്പോൾ നമ്മൾ അത് എത്രയും നേരത്തെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ. അപ്പോൾ കോലിപ്പോൾ നമുക്ക് കുറച്ച് കോലുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ട് അതൊന്ന് കുത്തി വെക്കണം കേട്ടോ. മണ്ണ് പെട്ടെന്ന് ഇത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ മണ്ണ് ഇപ്പോൾ തറഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നാലും കോലാകുമ്പോൾ കുറച്ച് അടിയിലേക്ക് ഒന്ന് ഇറക്കി അങ്ങോട്ട് കൊടുക്കണമല്ലോ. കുറച്ച് ഭാഗം മാത്രമേ അത് ഇളകി കിടക്കുന്നുള്ളൂ. ബാക്കി അടിയിലൊക്കെ നന്നായിട്ട് തറഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ കോല അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പണിപ്പെട്ടാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ കോലൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ തൈകൾക്കൊക്കെ നനച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇതിന് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-3-4 ഇലയൊക്കെ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 15 ദിവസം കൂടുമ്പോൾ ബാക്കി വളങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടും കറക്റ്റായിട്ട് അത് മണ്ണിലേക്ക് ലയിച്ച് ചേർന്നിട്ടില്ല. അപ്പോൾ അത് ഒന്നൊരു 15 ദിവസം കഴിയുമ്പോഴേക്കും ഒന്ന് സെറ്റായി കഴിയും. അപ്പോഴേക്കും അടുത്ത വളങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ തന്നെ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ ഈ തക്കാളിയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അതിനൊരു വാട്ടരോഗം വരും. നമ്മൾ നല്ല രീതിയിലൊക്കെ ഇത് നല്ല രീതിയിൽ നന്നായിട്ട് വളർന്നൊക്കെ നിൽക്കണ കണ്ട് പോയി പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ വാടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 50 തൈ നട്ടാൽ അതിൽ എത്ര എണ്ണം പിടിക്കും എന്നുള്ളതിനും ഉറപ്പില്ല. നമ്മുടെ ഇപ്പോൾ 50 എണ്ണം നട്ടാൽ ഒരു 10-20 എണ്ണം ചിലപ്പോൾ കേടായി പോവാം. എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഇതിന് സൂഡോമോണസ് കലക്കി ഒഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി നട്ട സമയത്ത് കുറച്ച് സൂഡോമോണസ് കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പിന്നെയും ഇപ്പോൾ 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് ഒഴിച്ചു കൊടുക്കണം എന്തായാലും. കാരണം ഇതിന് വാട്ടരോഗം എപ്പോഴാണെന്ന് വെച്ചാൽ വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ കരുതിയിരിക്കണം. നമ്മൾ നട്ടതിൽ കുറേയൊക്കെ ഒരു 4-5 എണ്ണമൊക്കെ ഉണങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നി. 2 എണ്ണം ഇങ്ങനെ വാടി നിൽക്കുന്ന വാട്ടരോഗമാണെന്ന് കണ്ടപ്പോൾ തന്നെ പറിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ വേഗം തന്നെ അത് മറ്റുള്ളതിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിത് കണ്ടാലറിയാം ഇത് തക്കാളിയല്ല, ഇത് മത്തൻ്റെ എന്തോ തൈയാണ്. ഇതിൽ കുറേ ഭാഗത്തൊക്കെ ഇല്ല, കാരണം കുറച്ചൊക്കെ ഇതുപോലെ ഉണങ്ങിപ്പോയതാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമ്മൾ ഉണങ്ങിപ്പോയ സ്ഥലത്ത് വേറെ തൈകൾ നമ്മൾ കൊണ്ട് നടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനൊപ്പം തന്നെ തക്കാളികളൊക്കെ ഇതേ ഇത്രയും വളർച്ചയെത്തി വരുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ശരിക്കും എൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. 2 നേരം വെച്ച് പോകണം. ശരിക്കും നമ്മുടെ ആളനൊക്കെ ഉണ്ടാവണം അതിൻ്റെ അടുത്ത്, എന്നാലാണ് അത് വളരുള്ളൂ തൈകൾ. അപ്പോൾ നമ്മളിതിനെ എത്ര നോക്കുന്നു അതുപോലെ തന്നെയാണ് ഇത് തിരിച്ച് നമ്മൾക്കും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.